ഫെബ്രുവരി 6 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. റാലിയിങ് പോയിന്റ് എന്ന തലക്കെട്ടോടു കൂടി രണ്ടാമത്തെ പടിയുടെ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തെ ലിറ്ററേച്ചറാണ്. അപ്പോൾ അവിടെ രണ്ടാമത്തെ പടി നമുക്ക് ഒത്തൊരുമയോട് പ്രവർത്തിക്കാനുള്ള ഒരു തുടക്കമെന്ന് പറയുന്നത്. അത്യാസക്തരായ മനുഷ്യർ വ്യത്യസ്തമായ ചിന്താധാരകളുമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഒരു പൊതു ലക്ഷ്യവുമായി മുൻനിർത്തി വരുമ്പോൾ നമുക്ക് പല തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും ആ തർക്കങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് രണ്ടാമത്തെ പടിയുടെ ഭാഗത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ പടി വിശ്വാസമുള്ളവർക്കും വിശ്വാസമില്ലാത്തവർക്കും ഒരേമാതിരി പ്രവർത്തിക്കണം എന്നാൽ മാത്രമാണ് വിശ്വാസിക്കും അവിശ്വാസിക്കും രണ്ടാമത്തെ പടി കൊണ്ട് യഥാർത്ഥത്തിലുള്ള ഗുണമുണ്ടാകൂ എന്നാണ് പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. അവരുടെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ, അത് തർക്കം പോലും ഇല്ല. ആദ്യകാലത്തൊക്കെ നമ്മളുടെ വിശ്വാസവും വിശ്വാസമില്ലായ്മയൊക്കെ മറ്റുള്ളവരെ അറിയിക്കുക, മറ്റുള്ളവർ അതിലേക്ക് വരാനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങിൽ ഷെയർ ചെയ്തത് പോലും തെറ്റായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. അവിടെയൊക്കെ നമ്മുടെ ആശയങ്ങൾ ശരിയാണെന്നും അത് സ്ഥാപിക്കാനുള്ളൊരു ത്വര ഒക്കെ നമ്മളിൽ ഉണ്ടാവും. അതല്ല രണ്ടാം പടി. അങ്ങനെയൊന്നുമില്ല. രണ്ടാം പടി എൻ്റെ ആശയത്തിൽ എനിക്ക് നിൽക്കാനും വേറൊരാൾക്ക് വേറൊരു ആശയത്തിൽ നിൽക്കാനും എൻ്റെ ആശയം ശരിയാണെന്ന് സ്ഥാപിക്കാനോ വക്കീലാവേണ്ട കാര്യമോ ഒന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയ രണ്ടാമത്തെ പടിയുടെ ശക്തി എന്നുള്ളത് എൻ്റെ കാര്യമാണ്. പക്ഷേ ആ രണ്ടാമത്തെ പടിയിൽ മനസ്സിലാക്കിയ ശക്തി എന്ന ആശയം പ്രവർത്തിക്കേണ്ടത് അത് മനസ്സിലായ ആൾക്കും അതിന് മനസ്സിലാവാത്ത ആൾക്കാണെങ്കിലും ഒരേപോലെ നിന്നാലാണ് സുബോധം എന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തിലേക്ക്, അല്ലെങ്കിൽ കുടിക്കാതെ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന സാനിറ്റിയിലേക്ക് എത്താനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ മുന്നേ പോയ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത ആൾക്കാർക്ക് അത് പറ്റുമെന്ന് അറിയില്ല. അത് യഥാർത്ഥത്തിൽ ഈ രണ്ടാമത്തെ പടി മനസ്സിലാക്കി ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് സുബോധത്തിൻ്റെ അർത്ഥവത്തായത് എന്നുള്ളതാണ് എൻ്റെ കാര്യത്തിലുണ്ടായത്. അവിടെ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നൊന്നും യാതൊരു തർക്കത്തിനും ഇടയില്ല എന്നല്ല, അതിനൊന്നും യാതൊരു സ്ഥാനവും ഇല്ല. രണ്ടുപേർക്കും ഒരേപോലെ പ്രവർത്തിക്കണം. കാരണം അവരവരുടെ വിശ്വാസങ്ങൾ എന്തായി എന്നോ, അവരുടെ മുൻ മതവിശ്വാസികൾ പലപ്പോഴും ഈ രണ്ടാമത്തെ പടിയൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ പടി പ്രവർത്തിച്ചു. അങ്ങനെ വിശ്വാസത്തെക്കുറിച്ചല്ല മാത്രമല്ല അത് ഈ പറയുന്നത്. ദൈവം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ വിശ്വാസമുണ്ട്, അതങ്ങോട്ട് പ്രവർത്തിച്ചോളും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അങ്ങനെ എന്തൊക്കെയോ എനിക്ക് വേണ്ടി തരുന്ന ആകാശത്തിരിക്കുന്ന ആകാശമാമനായ ഒരു ദൈവത്തെക്കുറിച്ചൊന്നും അല്ല രണ്ടാമത്തെ പടി പറയുന്നത്. മറിച്ച് എന്താണ്, നമുക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട് എല്ലാവർക്കും പറ്റുന്ന പറഞ്ഞു. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കേണ്ടത് എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്, നമുക്ക് യഥാർത്ഥമായ വിനയം വേണം. കാരണം എന്നെക്കൊണ്ട് ശക്തിഹീനനാണ്, എന്നെക്കൊണ്ട് പല കാര്യവും പറ്റില്ല എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ആശയങ്ങൾ മാറ്റാം. നമ്മൾ തർക്കത്തിന് നിൽക്കില്ല എന്ന് മറ്റൊരാളോട്. നമ്മൾ ഒരാൾക്ക് ഞാൻ പറയുന്നൊരു കാര്യം മനസ്സിലാവില്ല, പിന്നെയും ഞാൻ അയാളോട് ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അയാളെ വിശ്വസിപ്പിക്കാൻ പറ്റുമോ? അവിടെ ഞാൻ മനസ്സിലാക്കണം എന്തോ ഒരു കുഴപ്പം എന്നിലുണ്ട് എന്നുള്ളതാണ്. അല്ലാണ്ട് മറ്റൊരാളെ മനസ്സിലാക്കുന്നില്ലോ, അവിടെ എന്നെ ആശയം മനസ്സിലാക്കുന്നില്ലോ എന്നല്ല. അതായിരുന്നു രണ്ടാമത്തെ പടിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. കാരണം ഞാൻ മറ്റ് ആശയങ്ങളെ എടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ്. എനിക്ക് സ്വാഭാവികമായിട്ട് പല ആഗ്രഹം ഉണ്ടാവാറുണ്ട് പല കാര്യങ്ങളിലും എൻ്റെ പഴയ സ്വഭാവം അനുസരിച്ചിട്ട്. ആ അഗ്രസീവ്നെസ് കുറച്ചുകൊണ്ട് ഒരു പുതിയ ജീവിത രീതിയിലേക്ക് വരാൻ, അവിടെയാണ് മറ്റൊരാളെ കേൾക്കേണ്ട കാര്യം കടന്നു വരുന്നത്, മറ്റൊരാളോട് സംസാരിക്കേണ്ട കാര്യം, അത് എടുക്കേണ്ട കാര്യമൊക്കെ കടന്നു വരുന്നത്. ഇപ്പോഴും ഒരാളുടെ അടിമയായിട്ട് നമ്മൾ നിൽക്കുന്നതിനെ കുറിച്ചല്ല അത്, മറിച്ച് നമ്മുടെ സ്വാഭാവികമായ ആഗ്രഹങ്ങളെ മാറ്റി തീർക്കാനായിട്ട് പുതിയ ഒരു രീതിയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. മറ്റേ നമ്മൾ വിചാരിച്ചതിനെ നടത്തണം എന്ന് പറയുന്ന ആളുകളാണ്. അത് മാറ്റാനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് രണ്ടാമത്തെ പടി എന്ന് പറയുന്നത്. അതാണ് ഇത് തുടക്കമാണ്. എന്തിനാണ്? എന്നെക്കാൾ വലിയ ശക്തിയിൽ നിന്നൊരു മാനസിക ആത്മീയ ഘടനയുണ്ടാക്കിയെടുക്കാനാണ്, സാനിറ്റിയിലേക്ക് തിരിച്ചു വരാനാണ്. മദ്യമില്ലാതിരിക്കുമ്പോഴും സന്തോഷവും സമാധാനവും ഒക്കെ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാവുന്നതല്ല എന്നറിയാൻ, സംഭവിക്കുന്ന കാര്യങ്ങളെ നേരിടാൻ പ്രാപ്തമാക്കുന്ന ശക്തിയെക്കുറിച്ച്, എൻ്റെ സ്വയം സഹതാപത്തിൽ നിന്ന് എന്നെ മാറ്റുന്ന ശക്തിയെക്കുറിച്ച്, ഇന്ന കാര്യങ്ങളൊക്കെ നേടിത്തരണമേ എന്ന പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് അത് ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ ഹാപ്പി ആയിരിക്കാൻ എനിക്ക് പറ്റും എന്ന ഉറപ്പ് തരുന്ന വലിയ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതിനെന്ത് വേണം? എനിക്ക് വിനയം ഉണ്ടാവണം, എൻ്റെ ആശയം മാറ്റിവെക്കാൻ തയ്യാറാവണം. എൻ്റെ ആശയം ആവശ്യമുള്ള സമയത്ത് എടുക്കാം. പക്ഷേ ഈ കാര്യത്തിൽ, മദ്യത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ ആശയം ഫലപ്രദമായില്ലല്ലോ. പല മാർഗങ്ങൾ പരീക്ഷിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിലെത്തുമ്പോൾ ഇനി കുറച്ച് കാലം പറയണ കാര്യങ്ങളിലേക്ക് എടുക്കാം, എനിക്കൊരു മാറ്റം വരണം. മറ്റേത് എൻ്റെ അറിവും എൻ്റെ ബുദ്ധിയും വെച്ചുകൊണ്ട് എനിക്ക് ഈ കെമിക്കലിനെ നേരിടാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം. ഒരു തുറന്ന മനസ്ഥിതിയിലേക്ക് കടന്നു വരേണ്ട കാര്യം. തുറന്ന മനസ്സെന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ തുറന്ന മനസ്സുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് നമ്മുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ തുറന്ന മനസ്സുണ്ടാവുള്ളൂ.
നമ്മളെ വിമർശിക്കുന്ന ആളുകളെ ശ്രദ്ധയോടുകൂടി കേട്ടാലും തീരുമാനം നമ്മുടേതാകുമെന്ന ആ താല്പര്യത്തിൽ നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ സ്വയം പരിശോധിച്ചാൽ മതി. അത് മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കൊരു കുഴപ്പമുണ്ട്, സദാപായിട്ട് അയ്യോ ഞാൻ ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല. എനിക്ക് കുഴപ്പമുണ്ട്, പക്ഷെ നമുക്ക് സാധിക്കുമല്ലോ. ഞാൻ ഒറ്റയ്ക്കാകുമ്പോഴേ പറ്റാത്തുള്ളൂ, നമ്മൾ ഒരുമിച്ചാണ്. ആൽക്കഹോളിക്സ് അനോണിമസിലെ മറ്റ് അംഗങ്ങളാണ്. എന്നെക്കൊണ്ട് പറ്റാത്തത് നമുക്ക് സാധിക്കുന്നു. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു. അവിടെ മറ്റ് തർക്കങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല. ദൈവം എന്താണ്, ദൈവത്തിൻ്റെ ആശയം എങ്ങനെയാണ്, ദൈവം അങ്ങനെയാണ്, ഇതൊന്നും യാതൊരു കാര്യമില്ലാന്നേ. ദൈവത്തിന് വിശ്വാസം ഉണ്ടായിരിക്കുകയോ വിശ്വാസം ഇല്ലാതിരിക്കുകയോ അതൊക്കെ വേറെ കാര്യമാണ്. അതൊന്നും വേറൊരാളെ നമ്മൾ നിർബന്ധിച്ച് പറയണം, വേറൊരാളെ വിശ്വാസം ഇല്ലായ്മയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞ പ്രോഗ്രാം. ഈ രണ്ട് കൂട്ടർക്കും രണ്ടാമത്തെ പടി പ്രവർത്തിക്കേണ്ടത് എന്താണ്? വിശ്വാസം ഇല്ലാത്ത ഒരാൾക്കാണ് ദൈവം അല്ല എന്നുണ്ടെങ്കിൽ വേറൊരാളെ കേൾക്കാൻ. ഇത് തന്നെ ദൈവം എന്ന് പറയുന്ന ആൾക്ക് ദൈവത്തിൻ്റെ എന്നുള്ള നിർദ്ദേശമല്ല, മറ്റാളുകളുടെ നിർദ്ദേശങ്ങൾ കിട്ടുന്നത്. മറ്റാളുകളെ അംഗീകരിക്കലാണ്. അത് വീട്ടിലെ ഭാര്യയാണ്, മക്കളാണ്, ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളായിരിക്കാം, പല രീതിയിലാണ്, സമൂഹത്തിലെ ആളുകളായിരിക്കാം. ഇവിടങ്ങളിലൊക്കെ ഉള്ള മറ്റുള്ളവരെ കേൾക്കാനും അവർ അംഗീകരിക്കാനുള്ള തയ്യാറെടുപ്പ് കൂടി രണ്ടാമത്തെ പടി തരുന്നുണ്ട്. അല്ലാണ്ട് ദൈവത്തിൻ്റെ നിർദ്ദേശം വന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം തീരുമാനം നടപ്പിലാക്കിയത് ദൈവം പറഞ്ഞതാന്ന് സ്വയം പറയുന്ന പരിപാടിയല്ല ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ രണ്ടാമത്തെ പടി എന്നുള്ളതാണ്. അവിടെ യഥാർത്ഥമായ വിനയം ഉണ്ടാവുകയും തുറന്ന മനസ്സിൽ എനിക്ക് വിശ്വാസത്തിലേക്ക് എത്താനായി പറ്റും. ആ വിശ്വാസം എന്നത് എന്താണ്? എനിക്ക് മാറ്റുവാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളെയും സ്വീകരിക്കാൻ എന്നെ പ്രാപ്തമാക്കുന്ന ഒന്ന്, എനിക്ക് മാറ്റമുണ്ടാക്കുന്ന ഒന്ന്, ഇനി മാറാൻ പറ്റില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളെയും മാറ്റത്തിന് തയ്യാറാക്കുന്ന ഒന്ന്, എന്നെ സ്വയം സഹതാപത്തിൽ നിന്ന് മാറ്റുന്നത്. എനിക്ക് പറ്റില്ല, പക്ഷെ നമുക്ക് പറ്റുമെന്ന ഓർമ്മപ്പെടുത്തൽ എന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ശരിയായിട്ട് ദൈവമായിട്ട് ബന്ധപ്പെടുക. ആ ദൈവമായിട്ട് ബന്ധപ്പെടുന്നതിന് തൊട്ട് പിന്നാലെ പറയുന്ന വാക്യം പ്രധാനമാണ്. എന്താണ്? എല്ലാ ഏയോങ്ങളും ഉറപ്പ് തരും ദൈവം നമ്മെ സുബോധവാന്മാരാക്കുന്നതാണ്. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ആശയത്തെ കറക്റ്റായിട്ട് ബിൽ വിൽസൺ അവിടെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിംഗ് മറ്റാളുകളുമായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തെ പടിയെക്കുറിച്ചും ദൈവസങ്കല്പത്തെക്കുറിച്ചും നമ്മൾ പലപ്പോഴും വാചാലമായി പറഞ്ഞിട്ടും നമുക്ക് എപ്പോഴും സന്തോഷമില്ലാതെ പോരാടിക്കൊണ്ടിരിക്കുന്ന മറ്റാളുകളുമായിട്ട് സംഘർഷത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു രണ്ടാമത്തെ പടി ഉറക്കില്ല. രണ്ടാമത്തെ പടി ഉറക്കില്ല. അത് മാത്രമല്ല, നമ്മൾ കുറേ ആശയങ്ങളുമായിട്ട് ഇങ്ങനെ നടന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാനും മറ്റുള്ളവരെ ശരിയാക്കാനും ഒക്കെ നടത്തിയും നമുക്ക് സന്തോഷവും സമാധാനം ഉണ്ടാവില്ല. നമ്മൾ പോരാട്ടത്തിലായിരിക്കും. നമ്മളെന്നും പരാതിയും പരിവട്ടവും മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കിയൊരു വനം കണ്ട ആ വനത്തിലെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റാതെ അതിലുണങ്ങിയ കമ്പും ചില്ലയുള്ള മരത്തിലേക്ക് നോക്കുന്ന ആളുകളായിട്ട് മാറണോ? അത് വനത്തിലെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇന്നിൽ മനോഹരമായിട്ട് നിൽക്കാൻ ഇന്ന് എന്തൊക്കെ സംഭവിക്കുന്നു, ഇന്ന് എന്തൊക്കെ ഉണ്ടാവുന്നു എന്നല്ല, സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമായിട്ട് വരുമ്പോഴല്ല, വരുന്ന സാഹചര്യങ്ങളെ അതേപോലെ സ്വീകരിക്കാൻ എന്നെ എങ്ങനെ പ്രാപ്തമാക്കിയെടുക്കണം, ആ പ്രാപ്തമാക്കിയെടുക്കുന്നത് എന്താണോ ആ ആശയമാണ് വലിയ ശക്തി. അത് പ്രവർത്തിക്കേണ്ടത് എല്ലാവർക്കും ഒരേപോലെയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം ഉണ്ടാവേണ്ടത് രണ്ടാമത്തെ പടിയുടെ ഈ ആശയത്തിൽ നിന്ന് തന്നെ. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആ ആത്മീയത, മറ്റൊന്നിനെയും പുറന്തള്ളാത്ത അതിൻ്റെ ഒരു തുടക്കം അവിടെ നിന്നുണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ആ കീഴ്പ്പെടാനുള്ള തയ്യാറെടുപ്പുകളും ഈ ആശയത്തെ കുറേശ്ശെ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലൊരു മാറ്റം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ജീവിത രീതിയിലേക്ക് കടന്നു വരാനായി പറ്റുമെന്ന വളരെ കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ്. അത് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാവുന്നല്ല. ഓരോ കാര്യങ്ങളിലും ഇത് കടന്നു വരേണ്ടതുണ്ട്, പണ്ടേറ്റ ടൈമിലൂടെ പോകേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്കൊരുമിച്ചുകൊണ്ടേ പറയുന്ന അത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.